ഇന്ന് ഇവിടെ ഈ യൂണിയൻ്റെ പരിപാടി നടക്കുന്നതിൽ നമുക്കിവിടെ ഒരു തരത്തിലുള്ള എതിർപ്പും നമുക്ക് ഈ കോളേജ് ക്യാമ്പസിലില്ല. കാരണം യൂണിയൻ്റെ പരിപാടി നടത്താനും അത് പ്രത്യേകിച്ച് ഷീ ഫെസ്റ്റ് എന്ന പരിപാടി ആയതും അത് ഇനോഗ്രേറ്റ് ചെയ്യാൻ വരുന്ന ഒരു റെവല്യൂഷണറിസ്റ്റ് നമുക്ക് അറിയുന്നതാണ് ജന്തർ മന്ദറിൽ പോയത്. അപ്പോൾ അവരൊക്കെ ആയിട്ട് വന്ന് ഇനോഗ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു പരിപാടി നമുക്ക് ഒരിക്കലും എതിർക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ VCയുടെ ഈ ഉത്തരവിനെ നമുക്ക് തികച്ചും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ഈ യൂണിയനിലെ പല വിദ്യാർത്ഥികളും അതുമാത്രമല്ല ഇവിടുത്തെ ക്യാമ്പസ് ഡയറക്ടർ ഉൾപ്പെടെ നമ്മളെപ്പോലുള്ള ഈ KSU യൂണിറ്റിലെ ഭാരവാഹികൾക്കോ സംഘാടകർക്കോ ഇവിടെ ഒരു പരിപാടി നടത്താൻ പോലുള്ള അനുമതി നമുക്ക് ഈ ക്യാമ്പസ് ഡയറക്ടർ തന്നെ തരാറില്ല. നമ്മൾ പല പ്രാവശ്യം ഈ ക്യാമ്പസ് ഡയറക്ടർ അടുത്ത് പോയി നമുക്കുള്ള അനുമതി നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ അതൊരു അനുമതി തന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ വിദ്യാർത്ഥികൾക്ക് വന്നപ്പോൾ ഫ്രഷേഴ്സ് പരിപാടി നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. അതിന് പുറകിലായിട്ട് നമ്മൾ ആൾക്കാർക്ക് നമ്മൾ പൈസ കൊടുത്ത് ഫ്രഷേഴ്സ് പരിപാടി നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ആക്കി. നമ്മൾ ക്യാമ്പസിൻ്റെ സമരം ചെയ്തു, ക്യാമ്പസ് ഡയറക്ടറുടെ റൂമിൽ സമരം ചെയ്യുക വരെ ഉണ്ടായി. എന്നിട്ട് പോലും ക്യാമ്പസ് ഡയറക്ടർ നമുക്കിതിലൊന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് പരിപാടി നടത്താൻ ഈ കോളേജ് ക്യാമ്പസിലെ ഒരു സ്ഥലവും തരില്ല എന്നാണ് പറയുന്നത്. ഈ സെമിനാർ ഹാൾ എന്ന് പറയുന്ന ഹാള് നമുക്ക് എല്ലാവർക്കും പരിപാടി നടത്താൻ പറ്റില്ല എന്നാണ് ക്യാമ്പസ് ഡയറക്ടറുടെ റൂള് പറയുന്നത്. പക്ഷേ ഓക്കെ, നമുക്ക് ഈ ക്യാമ്പസിലെ ഏതെങ്കിലും ഒരു കോർണറിലെങ്കിലും നമുക്കൊരു പരിപാടി നടത്താനുള്ള അനുമതി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഈ ക്യാമ്പസിൽ ഒരു സ്ഥലത്ത് പോലും ഇവിടെ ഒരു പരിപാടി നടത്താനുള്ള അനുമതി തരില്ല. കാരണം ഇവിടെ സംഘർഷ സാധ്യത ഉണ്ടാവും മറ്റ് സംഘടനകൾ എന്നാണ് പറയുന്നത്. എന്താണ് മറ്റ് സംഘടനകൾ ഇവിടെ സംഘർഷം നടത്താൻ മാത്രമല്ല, ഞങ്ങളൊരു ഫ്രഷേഴ്സ് പരിപാടി നടത്താൻ, ഒരു പൊളിറ്റിക്കൽ പരിപാടിയല്ല, ഇതൊരു വരുന്ന കുട്ടികൾക്ക് ഒരു ഫ്രഷേഴ്സ് പരിപാടി നടത്താനുള്ള അനുമതിയാണ് നമ്മൾ ചോദിച്ചത്. എന്നിട്ട് നമ്മൾ കൊടുത്ത പൈസ നമ്മൾ കൊടുത്തു, എല്ലാം സെറ്റ് ചെയ്തിട്ട് തലേ ദിവസമാണ് ക്യാമ്പസ് ഡയറക്ടർ വിളിച്ച് പറയുന്നത് ഇവിടെ പരിപാടി നടത്താനുള്ള അനുമതിയില്ല, നിങ്ങൾക്ക് പരിപാടി നടത്താൻ പറ്റില്ല ഇവിടെ ഒരു സ്ഥലത്തുനിന്ന് വരും. ഇപ്പോൾ ഇന്നലത്തെ പരിപാടിയാണെങ്കിൽ ഇപ്പോൾ ഈ വർഷമാണെങ്കിലും നമ്മൾ ഫ്രഷേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാമ്പസ് ഡയറക്ടറെ പോയി കണ്ട് രേഖകളൊക്കെയാണിത്. നമ്മൾ പോയി സംസാരിച്ചപ്പോൾ ക്യാമ്പസ് ഡയറക്ടർ നമുക്ക് ഒരു സ്ഥലത്തുള്ള അനുമതി തരില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ആർക്കാന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ് കൊടുത്തോ. പിന്നെ എന്തിനാണ് ഇവിടെ ഒരു ക്യാമ്പസ് ഡയറക്ടർ ഉള്ളത്? നമുക്ക് ഇവിടെയല്ലേ ആദ്യം കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത്. ഈ ക്യാമ്പസ് ഡയറക്ടർ പറയാണ് നിങ്ങൾ ആദ്യം രജിസ്ട്രാർക്ക് പോയി കംപ്ലയിൻറ്റ് ചെയ്യൂ, VCക്ക് പോയി കംപ്ലയിൻറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങനെയാണെങ്കിൽ എന്തിനാ ഇവിടെ ഒരു ക്യാമ്പസ് ഡയറക്ടർ, ഒരു അതോറിറ്റി എന്തിനാണ് ഇവിടെ ഉള്ളതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പിന്നെ ഒരു കാര്യം കൂടി, നമുക്ക് ഇന്നലെ ഇപ്പോൾ ഒരു ഇനോഗ്രേഷൻ പരിപാടി നടക്കുന്നതിൻ്റെ അനുബന്ധിച്ചിട്ട് ഇവിടെ കെട്ടിയ ഒരു ക്യാമ്പസിൽ ഈ ഒരു കൊടി പോലും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇന്നലെ വരെ ഉണ്ടായിരുന്ന കൊടികളെല്ലാം പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ് ഇവിടെ ഒരു തോരണം പോലും ഇവിടെ കെട്ടാൻ നമ്മൾ അനുവദിക്കില്ല. ഇതാണോ ജനാധിപത്യം? അവരും പറയുന്നത് ജനാധിപത്യം, നമ്മളും പറയുന്നത് ജനാധിപത്യം. അവർക്ക് മോളിൽ നിന്നുള്ള അതോറിറ്റീസ് കൊടുക്കുന്നില്ല, നമുക്ക് ഇവിടെയുള്ള ക്യാമ്പസ് ഡയറക്ടറും ഇവിടുത്തെ വിദ്യാർത്ഥികളും തന്നെ തരുന്നില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്.